ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിപ്പോൾ നാട്ടിലാണ്, ഞാനും കുഞ്ഞും നാട്ടിലാണ്, ഹസ്ബൻഡ് ക്രൊയേഷ്യയിൽ തന്നെ ഉണ്ട്. സോ ഞങ്ങളിപ്പോൾ ഒരു 60 ഡേയ്സിനാണ് നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. 60 ഡേയ്സിനുള്ളിൽ തിരിച്ചെത്തണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്കുള്ളത് 2 ഇയേഴ്സിൻ്റെ കാർഡാണ്, ആൻഡ് എനിക്കാണെങ്കിൽ 3 ഇയേഴ്സിൻ്റെ കാർഡാണ്. അതുകൊണ്ട് എനിക്ക് 90 ഡേയ്സ് ഉണ്ട് ടൈം. പക്ഷേ കുട്ടിയെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ, സോ ഞാൻ ആ ടൈമിൽ എത്തണം. ആൻഡ് യൂഷ്വലി നമുക്ക് നോർമലായിട്ട് വർക്കിങ്ങിലിരിക്കുന്ന ടൈമിൽ ഇത്രയും ഡേയ്സ് ഒന്നും നാട്ടിൽ വന്ന് നിൽക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് അത്രയും ലീവ് കിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ കമ്പനി നോർമലി നമുക്ക് 30 ഡേയ്സ് ആയിട്ടാണ് ലീവ് തരുന്നത്. അത് ചിലപ്പോൾ നമുക്കൊന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു മാക്സിമം 45 ഡേയ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കമ്പനികൾ ശ്രമിക്കാറുണ്ട്. കൂടുതൽ നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, എസ്പെഷ്യലി വൈഫും കുട്ടിയൊക്കെ നാട്ടിലുള്ളവർക്ക് വേണ്ടി കമ്പനി അങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് മുമ്പ് 1 ഇയർ കാർഡായിരുന്നു. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പം പല ആളുകളുടെയും ഒരു മിഥ്യാധാരണയെന്ന് പറയാം, ഒരു തെറ്റായ ധാരണ പല ആളുകൾക്കുമുണ്ട്. അതായത് എല്ലാവർക്കും 3 ഇയേഴ്സിൻ്റെ കാർഡാണ് ഇപ്പം ലഭിക്കുന്നതെന്നുള്ളത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവർക്കും 3 ഇയേഴ്സിൻ്റെ കാർഡ് ലഭിക്കില്ല. ഓൺലി ആസ് പെർ ദ കമ്പനി റിക്വസ്റ്റ്. കമ്പനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് 3 ഇയറിൻ്റെ കോൺട്രാക്റ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 3 ഇയറിൻ്റെ വർക്ക് പെർമിറ്റ് തരുള്ളൂ. എല്ലാ കമ്പനീസും അത് അലോ ചെയ്യുന്നില്ല. പല കമ്പനീസും എംപ്ലോയീസിന് 3 ഇയേഴ്സ് കാർഡ് അല്ലെങ്കിൽ 3 ഇയർ വർക്ക് പെർമിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല എന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. സോ നമുക്ക് എത്ര നാൾ ക്രൊയേഷ്യയിൽ നിന്ന് വിട്ട് നിൽക്കാം, അതായത് എത്ര നാൾ നമുക്ക് നാട്ടിൽ പോയി നിൽക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു തരാം. 1 ഇയർ കാർഡുള്ള ഒരാൾക്ക് ഒറ്റ സെഗ്മെൻറ്റിൽ, അതായത് ഒറ്റ തവണയായിട്ട് 30 ഡേയ്സേ നാട്ടിൽ നിൽക്കാവുള്ളൂ എന്നുണ്ട്. 30 ഡേയ്സിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ PR-നെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് PR-ൻ്റെ നമ്മുടെ എലിജിബിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് പോകും എന്നുള്ളതാണ് അതിലെ ഒരു മെയിൻ കാര്യം. അപ്പോൾ പിന്നെ 1 ഇയർ കാർഡൊക്കെ ഉള്ളവർ 60 ദിവസം 70 ദിവസം 45 ഡേയ്സ് ഒക്കെ നാട്ടിൽ നിന്നവരുണ്ട്. അവർക്കൊന്നും ഇഷ്യൂ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും അറിയാം, കമ്പനി നമ്മുടെ ടാക്സും കാര്യങ്ങളും അടച്ചിട്ട് നമ്മുടെ പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരുന്നതിൽ ഒരു പ്രശ്നവും തന്നെ ഉണ്ടാവുന്നതല്ല. പെയ്ഡ് ലീവിൽ പോകുന്നവർക്ക് യാതൊരുവിധ പ്രശ്നവും ഈ ഒരു കാര്യത്തിലില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാട്ടിൽ പോകുന്ന ടൈമിൽ നിങ്ങൾ മുപ്പിൽ നമ്മുടെ MUP, നമ്മുടെ നിയർ ആയിട്ടുള്ള നിങ്ങളുടെ ഏതാണോ സ്റ്റേഷൻ, അവിടെ പോയി നിങ്ങൾ ഇൻഫോം ചെയ്യുക. ഇപ്പം നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു നാട്ടിൽ പോകുന്നുണ്ട്, എത്ര നാൾ പോകണമെന്ന് ചോദിക്കുമ്പം അവർ പറയും, ഇപ്പം ഞാൻ പറഞ്ഞു കുട്ടിക്ക് 2 ഇയേഴ്സിൻ്റെ കാർഡാണുള്ളത്. സോ മാക്സിമം 60 ഡേയ്സ് ആവുന്നതിന് ഉള്ളിൽ, 60 ഡേയ്സിന് കംപ്ലീറ്റ് ആവുന്നതിന് ഉള്ളിൽ നിങ്ങൾ തിരികെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ എൻ്റെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള ടിക്കറ്റിൻ്റെ കോപ്പി മെയിലിൽ വാങ്ങി അതിനൊപ്പം സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നടക്കുന്നത്. സപ്പോസ് നിങ്ങൾ ഒരുപാട് ദൂരെയാണ്, നിങ്ങൾക്ക് സ്റ്റേഷനിൽ പോകാനുള്ള ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മെയിൽ അയച്ചിടുക. റിപ്ലൈ ഒന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല, ബട്ട് നിങ്ങൾ മെയിൽ അയച്ചിടുന്നത് നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നല്ലതായിരിക്കും. ഇനി 2 ഇയർ കാർഡുള്ളവർക്ക് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് 60 ഡേയ്സ് ആണ് ഒറ്റ ടൈമിൽ പോകാവുന്നത്. അതായത് നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പിൽ പോയി 60 ഡേയ്സ് നാട്ടിൽ നിന്ന് തിരിച്ച് വരാം. എന്നിട്ട് നമുക്ക് വീണ്ടും പോകാം. കാരണം നമുക്ക് 180 ഡേയ്സ്, 2 ഇയേഴ്സ് കാർഡുള്ളവർക്ക് 180 ഡേയ്സ് ഓഫ് വാലിഡിറ്റി നാട്ടിൽ നിൽക്കാനുള്ള ടൈമാണ് ഉള്ളത്. ഇനി 3 ഇയർ കാർഡുള്ളവർക്ക് 270 ഡേയ്സ് ആണ് നാട്ടിൽ നിൽക്കാവുന്നത്. 90 ഡേയ്സ് ഒറ്റ ട്രിപ്പിൽ പോകാം. നിങ്ങൾക്ക് ഒറ്റയടിക്ക് 3 മാസം പോയി നാട്ടിൽ നിന്നിട്ട് തിരിച്ച് വരാവുന്നതാണ്. മനസ്സിലായില്ലേ? സോ 90 ഡേയ്സിൽ എക്സ്റ്റെൻഡ് ആവാൻ പാടില്ല എന്നേ ഉള്ളൂ. 3 ഇയർ കാർഡുള്ള ഒരാൾക്ക് 90 ഡേയ്സ് നാട്ടിൽ നിൽക്കാം. നിങ്ങൾക്ക് 270 ഡേയ്സ് ആണ് നിങ്ങൾക്ക് ഈ രാജ്യത്തിൽ നിന്ന് വിട്ട് നിൽക്കാൻ പറ്റുന്നത്. അപ്പം നാട്ടിൽ ലീവിന് പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ TRC രജിസ്ട്രേഷൻ പെർമിറ്റ് കൈപ്പറ്റി 3 ഡേയ്സിനുള്ളിൽ ഇൻഫോം ചെയ്തിരിക്കണമെന്നുള്ളത്. അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന അക്കോമഡേഷൻ നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റേഷനിൽ മസ്റ്റായിട്ട് ഇൻഫോം ചെയ്യുക. ആൻഡ് പുതിയ കാർഡിന് വേണ്ടി ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. പിന്നെ നാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 3 ഡേയ്സിനുള്ളിൽ നമ്മൾ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിലൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. 15 ഡേയ്സ് വരെ നമുക്ക് ടൈം കിട്ടാൻ പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലാംഗ്വേജിൻ്റെ കേസ് പോലെ തന്നെ അത് മൊത്തത്തിൽ അത് നിയമത്തിലായിട്ടില്ല, അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. നിങ്ങളൊക്കെ ലാംഗ്വേജിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഫ്രീ ആയിട്ട് ലാംഗ്വേജ് പഠിക്കുന്ന കാര്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം. കാര്യം ക്രൊയാസ്യത്തിൻ്റെ
ക്ലാസ് ഫ്രീ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് തന്നെ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ വേറെ ഒരുപാട് റെഫറൻസ് ഈസി വേസ് ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ശ്രദ്ധിക്കുക, മോസ്റ്റ് ഓഫ് ദ കമ്പനീസും നമ്മുടെ എക്സാം ഫീസ് പേ ചെയ്യേണ്ടി വരും. അതായത് നമ്മളായിരിക്കില്ല നമ്മുടെ എക്സാമിൻ്റെ ഫീസ് പേ ചെയ്യുക, കമ്പനീസ് ആയിരിക്കും എക്സാമിൻ്റെ ഫീസ് പേ ചെയ്യുന്നത്. 150 to 170 euro ഇൻ ബിറ്റ്വീൻ ആണ് ആ ഒരു ഫീസ് വരുന്നത്. എഡ്യൂക്കേഷൻ ഫീസ് ഒരിക്കലും കമ്പനിക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എക്സാം ഫീസ് കമ്പനീസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ലാംഗ്വേജ് ഫ്രീ ആയിട്ട് എങ്ങനെ ലേൺ ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ, എക്സാം ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കിപ്പോൾ ഉടനെ ലഭിക്കും, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും, എല്ലാവർക്കും ഒരു ഐഡിയയും കിട്ടും. അത് നിങ്ങളിൽ പലർക്കും അത് ഉപകാരപ്പെടുകയും ചെയ്യും ഗൈസ്. അപ്ഡേറ്റ്സിൻ്റെ വീഡിയോസ് കൂടുതലായിട്ട് ഞാൻ ചെയ്യാൻ നിൽക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ അങ്ങോട്ട് ആക്റ്റീവ് ആയിട്ടില്ല. പല കാര്യങ്ങളും ഇങ്ങനെ എന്താ പറയുക, പലതും ഡിസ്കഷനിൽ അല്ലെങ്കിൽ പലതും റെഡി ആയിട്ട് ഇങ്ങനെ മേശപ്പുറത്ത് ഇരിക്കുകയാണ്. അതങ്ങോട്ട് സക്സസ് ആവാത്തൊരവസ്ഥയിലൊക്കെ ഇരിക്കുന്ന കുറേ പോയിൻറ്റ്സുകളുണ്ട്. അപ്പോൾ നമുക്കത് ഇപ്പോൾ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്ന് പ്രാബല്യത്തിൽ വരട്ടെ. അതല്ലാതെ നമ്മൾ ഒരുപാട് മീഡിയ റെഫറൻസ് വഴിയിട്ട് നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും പലതും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മൾ പാനിക്കാവും. സോ അങ്ങനെ പാനിക്കാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ വീഡിയോ ഇടേണ്ട ആവശ്യമില്ല. സോ നമുക്ക് പതുക്കെ പതുക്കെ നോക്കാം. അപ്പോൾ വീണ്ടും കാണാം മൈ ഡിയേഴ്സ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.